ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ഈ കെച്ചപ്പ് നിർമ്മിക്കുന്നത് ഒറിജിനൽ തക്കാളിയിൽ നിന്ന് ആണോ? ഈ വീഡിയോയിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാം. ടെക്നോളജി വന്നതോടുകൂടി പാടങ്ങളിൽ നിന്നും തക്കാളി വിളവെടുക്കുന്നത് മുതൽ കുപ്പികളിൽ പാക്ക് ചെയ്യുന്നത് വരെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഇതാണ് ടൊമാറ്റോ ഹാർവസ്റ്റിംഗ് എന്ന യന്ത്രം. ഈ യന്ത്രം ഉപയോഗിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ പഴുത്തു കിടക്കുന്ന തക്കാളികൾ നിമിഷം നേരം കൊണ്ട് വിളവെടുത്ത് കണ്ടെയ്നറുകളിലേക്ക് ആക്കുവാൻ ഇവയ്ക്ക് നിമിഷങ്ങൾ മതി. തക്കാളി കൃഷി ചെയ്യുന്നത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ വിളവെടുക്കൽ ഇതുപോലുള്ള ഏറ്റവും നൂതനമായ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. തക്കാളിയും ചെടിയും ഉൾപ്പെടെ ഈ യന്ത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ തക്കാളി വേർപെടുത്തി ഒരു ബെൽറ്റ് സംവിധാനങ്ങളിലൂടെ ഇതുപോലെ കണ്ടെയ്നറുകളിലേക്ക് മാറ്റുന്നു. ഓരോ കണ്ടെയ്നറുകളിലും തക്കാളി നിറയുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ്. വിളവെടുക്കുന്ന തക്കാളികൾ വലിയ കണ്ടെയ്നറുകളിൽ കയറ്റി പിന്നീട് പോകുന്നത് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലേക്കാണ്. അതായത് കെച്ചപ്പ് ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറികളിലേക്ക്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ടൺ തക്കാളിയാണ് ഫാക്ടറികളിലേക്ക് ചെല്ലുന്നത്. ഇവയെല്ലാം ഏറ്റവും നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ചാണ് ഇവിടെ പ്രോസസ്സ് ചെയ്ത് കുപ്പികളിലേക്ക് നിറയ്ക്കുന്നത്. ഫാക്ടറിയിൽ എത്തുന്ന തക്കാളി ആദ്യമേ തന്നെ അതിൻ്റെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഈ ഫാക്ടറിയിൽ നോക്കൂ, എത്ര കണ്ടെയ്നറുകളാണ് ഒരേ സമയം നിറയെ തക്കാളിയുമായി എത്തിയിരിക്കുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത്. വിവിധ വണ്ടികളിൽ നിറയെ തക്കാളികൾ കൂട്ടം കൂട്ടമായി ഇട്ടിരിക്കുന്നത്. കണ്ടെയ്നറുകളിൽ എത്തിയ തക്കാളികൾ പിന്നീട് കടന്നു പോകുന്നത് ക്ലീനിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഓരോ തക്കാളിയും വിവിധ ഘട്ടങ്ങളിൽ യന്ത്ര സംവിധാനത്തോടുകൂടി ക്ലീൻ ചെയ്ത് എടുക്കുന്നു. വിവിധ മെഷീനറികളിലെ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ തക്കാളികൾ ഓരോന്നും നന്നായി കഴുകി വൃത്തിയാക്കപ്പെടുന്നു. അടുത്തതായി ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സിലൂടെ കടക്കുന്ന തക്കാളികൾ ചീഞ്ഞതും കേടുവന്നതും പച്ചയായതുമായ തക്കാളികൾ നീക്കം ചെയ്ത് എടുക്കുന്നു. പിന്നീട് ഇത് ഒരു ബെൽറ്റ് സംവിധാനത്തിലൂടെ കടന്നു പോകുന്നു. ഇവിടെ വെച്ച് തൊഴിലാളികൾ വീണ്ടും പച്ചയായതും കേടുവന്നതുമായ തക്കാളികളെ വേർതിരിച്ച് എടുത്തു കളയുന്നു. തക്കാളിയെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതിനും പ്രോസസ് ചെയ്ത് എടുക്കുന്നതും വളരെ വലിയ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. അടുത്തതായിട്ട് തക്കാളികളെ സ്റ്റീം ചെയ്ത് എടുക്കുക എന്ന പ്രോസസ്സിംഗ് ആണ്. ഇതിനായി വലിയ ബോയിലറുകളിലേക്ക് തക്കാളി കയറ്റിവിടുന്നു. ഇവിടെ നന്നായി സ്റ്റീം ചെയ്ത് വരുന്ന തക്കാളികൾ പിന്നീട് പോകുന്നത് കട്ടിംഗ് യന്ത്രത്തിലേക്കാണ്. കട്ടിംഗ് യന്ത്രത്തിൽ എത്തപ്പെടുന്ന തക്കാളികൾ ചെറിയ കഷ്ണങ്ങളായി അവ നന്നായി കട്ട് ചെയ്ത് പിന്നീട് അടുത്ത ബെൽറ്റ് സംവിധാനങ്ങളിലൂടെ വീണ്ടും അടുത്ത യൂണിറ്റിലേക്ക് എത്തുന്നു. നൂതനമായ യന്ത്ര സാമഗ്രികളാണ് ഇവ ഉപയോഗിക്കുന്നതെങ്കിലും പല ഘട്ടങ്ങളിലും തൊഴിലാളികൾ ഇവ ഓരോന്നായി ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് കേടുവന്നതോ പച്ചയായതോ ആയ തക്കാളികൾ ഉണ്ട് എങ്കിൽ അവ പല ഘട്ടങ്ങളിലൂടെയാണ് നീക്കം ചെയ്യപ്പെടുന്നത്. സ്റ്റീം ചെയ്തു വരുന്ന തക്കാളിയിൽ നിന്നും കേടുവന്നതായ തക്കാളികൾ നീക്കം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അനേകം ടൺ തക്കാളികൾ ഉള്ളതുകൊണ്ട് തന്നെ
കൂടുതൽ തൊഴിലാളികളെ നിർത്തി അതിവേഗത്തിലാണ് ഇവ സാധ്യമാക്കുന്നത്. ഒട്ടുമിക്ക ആഹാരങ്ങളിലും നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഒറിജിനൽ തക്കാളിയിൽ നിന്നാണ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്നതെങ്കിലും ഇവ കേടുകൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി അനേകം കെമിക്കലുകളുമായി ചേർത്താണ് ഓരോ കെച്ചപ്പും നിർമ്മിക്കപ്പെടുന്നത്. കട്ട് ചെയ്ത് വരുന്ന തക്കാളികൾ പിന്നീട് പോകുന്നത് 90 ഡിഗ്രി സെൽഷ്യസിൽ 3 മുതൽ 5 മിനിറ്റ് വരെ ഇവയെ അരച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു മെഷീനിലേക്കാണ്. ഇവിടെ വെച്ചാണ് തക്കാളി പേസ്റ്റ് രൂപത്തിലേക്ക് മാറുന്നത്. പിന്നീട് യന്ത്ര സംവിധാനങ്ങളിലൂടെ പല കെമിക്കലുകളുമായി മിക്സ് ചെയ്താണ് യഥാർത്ഥ രൂപത്തിലുള്ള കെച്ചപ്പ് ഉണ്ടാകുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ടിന്നുകളിലേക്ക് നിറയ്ക്കുകയാണ് വേണ്ടത്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലുള്ള ഇതുപോലുള്ള മെഷീനറികൾ ഉപയോഗിച്ച് ഓരോ ടിന്നിലേക്കും കൃത്യമായ അളവിലും തൂക്കത്തിലുമാണ് കെച്ചപ്പ് നിറയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അത്ര പ്രചാരത്തിൽ ഇല്ല എങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർ ഫുഡിനോടൊപ്പം ഉപയോഗിക്കുന്ന ഒന്നാണ് ടൊമാറ്റോ കെച്ചപ്പ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലാണ് അവിടെ ഇത് കൃഷി ചെയ്യുന്നത്. എല്ലാ സീസണിലും ഇത് ലഭ്യമാകുകയും ഇതുപോലെ മെഷീനറികൾ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നതിനാലും കർഷകർക്ക് ഇതിന് നല്ല വിലയും അവിടെ ലഭിക്കുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടിന്നുകളിലേക്ക് പാക്ക് ചെയ്യുക മാത്രമല്ല, പിന്നീട് ഈ ടിന്നുകളെ വിവിധ ബോക്സുകളിലേക്ക് കൃത്യമായ അളവിൽ നിറയ്ക്കുകയും അവ പാക്ക് ചെയ്യുകയും ചെയ്യുന്നതും എല്ലാം ഇതുപോലുള്ള മെഷീനറികൾ തന്നെയാണ്. ഇതുപോലെ പാക്ക് ചെയ്ത വലിയ ബോക്സുകൾ കൃത്യമായി സൂപ്പർ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു. ടിന്നുകളിൽ മാത്രമല്ല, ഇതുപോലുള്ള ചെറിയ കുപ്പികളിലും കെച്ചപ്പ് നിറച്ച് വിപണികളിൽ ലഭ്യമാക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.